അവൻ്റെ ഭാര്യ സേരശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്നു പറഞ്ഞു. അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഷണ്ഡന്മാർ വന്ന് എസ്തേർ ഒരുക്കിയ വിരുന്നിന് ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ച് പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇഫ് മൊർദെഖായി ബിഫോർ whom you have begun to, you will not overcome him, but will surely fall before him. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വേദപുസ്തക ചരിത്രത്തിൽ തന്നെ നാം പരിശോധിക്കുമ്പോൾ ദൈവവുമായി റൂട്ടഡായിട്ടുള്ള ദൈവികമായിട്ടുള്ള പാത സ്വീകരിച്ചവരാണ് വിജയം കൈവരിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവികമായ പാതകൾ maybe it is not easy path. അതൊരു വളരെ നിഷ്പ്രയാസം കടക്കാൻ കഴിയുന്ന പാതയായിരിക്കില്ല. But that path will take you to your destiny. ആ പാത വിജയത്തിൻ്റെ വഴിയിൽ നമ്മെ കൊണ്ടെത്തിക്കും. ആ പാത എപ്പോഴും കയ്പുള്ളതും ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ളതും ഉറക്കം കെടുത്തുന്നതും സ്വസ്ഥത നശിപ്പിക്കുന്നതും ഒക്കെയാകാം. കംഫർട്ട് ശകലം പോലും നമുക്ക് കാണാൻ കഴിയാത്ത സമയങ്ങൾ കാണാം. എപ്പോഴും കാർമേഘത്തിൻ്റെ അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പക്ഷെങ്കിൽ ഒരു കാര്യം കൃത്യമായി ഓർക്കണം, അതിൻ്റെ ഉള്ളിൽ വളരെ ശ്രേഷ്ഠവും വളരെ മനോഹരവുമായ പദ്ധതികൾ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ മനോഹരമായ രീതിയിൽ അവയെ നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മൾ അധരങ്ങൾ കൊണ്ട് പറയണം, എനിക്ക് വേണ്ടി മനോഹരമായ പദ്ധതികൾ എൻ്റെ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, അത് ഒളിപ്പിച്ചു വെച്ചൊരു സംഗതി കണ്ടുപിടിക്കാൻ പ്രയാസമാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ആ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത്. സ്തോത്രം, അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. നമുക്കതിനെ ഒറ്റ നോട്ടത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല, പക്ഷേ നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ശുഭാപ്തി വിശ്വാസത്തോടു കൂടെയാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് അനുദിനം മുൻപോട്ട് പോകേണ്ടതെന്ന് വേദപുസ്തകം എൻ്റയർ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന വസ്തുത അതാണ്. സ്തോത്രം, എനിക്ക് വേണ്ടി ഉന്നതമായത് ദൈവം കരുതിയിരിക്കുന്നു. കാരണം അത് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം എന്താണ്? ഏറ്റവും ഇറ്റേണലായിട്ടുള്ള കാര്യങ്ങൾ അവൻ നമുക്ക് കരുതി വെച്ചിരിക്കുകയാണ്. അത് വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇറ്റേണലായ കാര്യങ്ങൾ ഓൾറെഡി ഡിസൈഡഡ് ആണ്. അത് ഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ പിക്ചർ വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും വലുതവൻ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. എന്ത്? നിത്യമായിട്ടുള്ളത്. ഹല്ലേലൂയ. മരണത്തെ പൂർണ്ണമായി നീക്കിക്കൊണ്ട് നിത്യമായി അവനോടുകൂടെ അവനിലുള്ളതെല്ലാം അനുഭവിച്ചുകൊണ്ട് അവനോടുകൂടെ വസിക്കാനുള്ളത് ചെയ്തു കഴിഞ്ഞു. അത് ഒളിപ്പിച്ചു വച്ചിരിക്കുമല്ല. ദാറ്റ് ഈസ് ടോട്ടലി റിവീൽഡ് വൺ. അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു, വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനു താഴെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ നാം കാണുമ്പോൾ, മാറി മാറി സാഹചര്യങ്ങൾ വരുമ്പോൾ, പലപ്പോഴും നമ്മുടെ
നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രയത്നങ്ങളുമെല്ലാം സ്തോത്രം ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഫുൾഫില്ലിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. അവിടെയാണ് മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജീവിതമാണ്. ഹല്ലേലൂയ. ആ വലിയ വെളിവാക്കപ്പെട്ടിരിക്കുന്ന the revealed one, which is the eternal, that we can obtain only through how the way we deal our current life. നമ്മുടെ അനുദിന ജീവിതം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അനുദിന ജീവിതത്തിൻ്റെ സമയങ്ങൾ നമ്മൾ എപ്രകാരം ചെലവാക്കപ്പെടുന്നു, അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ എറ്റേണൽ വണ്ണെ. കാരണം അത് വളരെ പിക്ചറിസ്റ്റിക്കായി വരച്ചു വച്ചിരിക്കുകയാണ്. അവയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വളരെ കൃത്യമായിട്ട് അതിലേക്ക് എത്തുവാനുള്ളതായ ടെസ്റ്റ് പോയിന്റുകളായിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ വളരെ ഗൗരവമായിട്ട് കാണുവാൻ നമ്മുടെ ആത്മീയജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. അപ്പോൾ വേദപുസ്തകത്തിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചവരെല്ലാവരും കൃത്യമായി അവർ എറ്റേണൽ ഗോൾ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നതിനെ ഒന്നാമതായി മുന്നിൽ കണ്ടു. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഒന്നാമതായി നമ്മൾ മുന്നിൽ കാണേണ്ടത് എന്താണ്? എറ്റേണലായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ആ റെവലേഷനാണ്. അതൊരു കാഴ്ചപ്പാട് വെറും സിമ്പിൾ കാഴ്ചപ്പാടല്ല, അതൊരു റിവലേഷനാണ്. റിവലേഷൻ എന്ന് പറയുമ്പോൾ വെളിപ്പാടാണ്. വെളിപ്പാട് എന്ന് പറയുമ്പോൾ അത് മാനുഷികമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. റിവലേഷൻ എന്നുള്ള പദത്തിൻ്റെ മീനിങ് തന്നെ അതിനകത്ത് ഡിവിനിറ്റി ഉണ്ട്. അതിനകത്ത് ദൈവത്തിലൂടെ വരുന്ന വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളെയാണ് റിവലേഷൻ എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അതൊരു റിവീൽഡ് ആയിട്ടുള്ളതായ വെളിപ്പെടുത്തപ്പെട്ടതായ ഒരു വലിയ ദൈവിക സത്യമാണ്. അതിലൂന്നിക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരാൾ മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തെ ഏറ്റവും സഫലമായ ഒരു ജീവിതമാക്കി മാറ്റുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം, സഫലമായ ജീവിതം എന്ന് പറയുന്നത് ഫ്രൂട്ട്ഫുൾ ലൈഫ്, ഹല്ലേലൂയ, മീനിങ്ഫുൾ ലൈഫ്. ആ മീനിങ്ഫുൾ ലൈഫായിട്ട് നമ്മുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ റൂട്ടഡായിരിക്കണം. ദൈവത്തിൽ റൂട്ടഡായിട്ട് ഒരു വൃക്ഷത്തിന് വേരില്ലെങ്കിൽ അത് നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വരുമ്പോൾ മോട്ടോർ വേയിലോട്ട് കയറുന്നതിന് മുൻപ് കഴിഞ്ഞ ഞായറാഴ്ച വരുമ്പം ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്ഥലമാണ്, എന്നാൽ ഒരു ചെറിയ ട്രെയിനിങ് ഉണ്ട്. അവിടെ ഒരു കാറ്, നല്ല ഒരു വില കൂടിയ കാറ് വന്ന് ഇടിച്ചതേ ഉള്ളൂ. ഇടിച്ച് ഒരു മരം അവിടെ നിന്ന് ആ മരം മറിഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കുക. ഒരു പോലീസ് വണ്ടി അവിടെ വന്നു. അവർ ഫസ്റ്റ് ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അവരിറങ്ങി നോക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ അവിടെ നിർത്താനൊക്കാത്തതുകൊണ്ടൊന്നും നിർത്തിയതുമില്ല, നോക്കി പോരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിലേ വന്നപ്പോൾ വളരെ വളരെ വലിപ്പമുള്ളതായ ഒരു വൃക്ഷം ആണ് മറിഞ്ഞവിടെ കിടക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാറ് ഇനി ഏതവസ്ഥയിലായാലും ഹിറ്റ് ചെയ്താൽ ഇത്രയും വലിയൊരു മരം എങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു? അതിൻ്റെ ഏകമായ ഒരു റീസൺ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നത് അതിന് വേരില്ല. അതിന് കാര്യമായി പിടിച്ചു നിൽക്കാനുള്ളതായ വേരുകളില്ല. വേരുണ്ട്, പക്ഷേ പ്രതികൂലത്തെ അതിജീവിക്കുന്ന രീതിയിൽ അത് റൂട്ടഡായിട്ടുള്ളതായിരുന്നില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവികമായിട്ട് നാം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നാം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നാം എന്താ വേണ്ടത്? രക്തത്താൽ ജയം. ഹല്ലേലൂയ. റൂട്ടഡായിരിക്കണം. ക്രിസ്ത്യൻ ലൈഫ് ഓൾവേസ് മസ്റ്റ് ബി റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് റൂട്ടഡായിട്ട് ആഴത്തിലേക്ക് വേരുകൾ പോകണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, അതേ സ്തോത്രം, അത് മീതെ ഫലം കായ്ക്കുന്നതിന് താഴെ വേരൂന്നുന്നതായ അനുഭവം.
ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഡ്രൈനെസ്സിന്റെ മുൻപിൽ യെശയ്യാ പ്രവാചകൻ അവരോട് പ്രവചിച്ച് അവരൊരു അനുതാപത്തിൻ്റെയും ഒരു സമർപ്പണത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും അനുഭവത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ദൈവം അവരോട് ഇടപെടുകയാണ്. പ്രവാചകൻ മുഖാന്തരം ഇടപെട്ടു. ദൈവം അവരുടെ മേൽ പ്ലീസ് ചെയ്യുന്ന ഒരു ഭാഗം. ആ പ്ലീസ് ചെയ്യുമ്പോൾ അതിൽ ദൈവം പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മീതെ ഫലം കായ്ക്കുന്നവരായിട്ട് മാറും. നിങ്ങളുടെ വേരുകൾ താഴോട്ടാഴത്തിൽ വേരുകൾ പോകും. ഹല്ലേലൂയ. അങ്ങനെ അതാണ് സിംബോളിക്ക് ഇമേജറി ആയിട്ട് പ്രവാചകൻ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മീതെ ഫലം കായ്ക്കുവാൻ, മീതെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് സാക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് പ്രഘോഷിക്കുവാൻ നമുക്ക് എന്താവശ്യമാണ്? നമുക്ക് റൂട്ട് ആവശ്യമാണ്. ആഴത്തിലുള്ളതായ വേരുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ വേരുകൾ ദൈവവചനത്തിന് ആധാരമായിട്ട് ആകണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ ഈ ബൊട്ടാണിക്കൽ മെത്തേഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്നേക്കാൾ പഠിച്ചതാണ്. റൂട്ട് എങ്ങനെയാണ് വളരുന്നത്? റൂട്ട് ആഴത്തിലേക്ക് പോകാനിടയാകുന്നതിൻ്റെ കാരണം എന്താണ്? അതിനെന്തൊക്കെ ലഭിക്കുമ്പോഴാണ്? ഏതൊക്കെ സാഹചര്യങ്ങൾ കംഫർട്ടാകുമ്പോഴാണെന്ന് നമുക്കറിയാം. ഞാൻ ആ വശങ്ങളിലേക്ക് പോകുന്നില്ല, പോകാനുള്ള സമയവും നമുക്കില്ല. ഓർക്കണം, വേര് ഊന്നിയെങ്കിൽ മാത്രമേ മീതെ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വേര് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. എ ചൈൽഡ് ഓഫ് ഗോഡ് മസ്റ്റ് built up their life rooted on the word of the Lord. ദൈവവചനത്തിൽ റൂട്ടായിക്കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ സ്പിരിച്വാലിറ്റിയെ വളർത്തുവാനിടയാകണം. എന്തിനാണ് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനൊരു വാക്യം വായിച്ചിട്ട് പോയതെന്ന് നിങ്ങൾ ചിന്തിക്കും. പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരും ദൈവത്താൽ മാനിക്കപ്പെട്ടവരെല്ലാം ദൈവവചനത്തിൽ റൂട്ടഡായ ജീവിതം നയിച്ചവരാണ്. അവർ ദൈവത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതായ ജീവിതം നയിച്ചവരാണ്. അതാണ് അവർ പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ കുലുങ്ങാൻ, ഹല്ലേലൂയ, ഇടയാകാഞ്ഞത്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, പ്രതികൂലങ്ങൾ എത്ര ഇരച്ചു പൊങ്ങിയാലും നീതിമാൻ എന്ത് ചെയ്യില്ല? കുലുങ്ങിപ്പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. നീതിമാന്റെ അടിസ്ഥാനങ്ങൾ ഇളകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താണ്? ദൈവത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള, ദൈവത്തിൽ വേരൂന്നിക്കൊണ്ടുള്ളതായ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. ഒരു റൈച്ചസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുലുക്കുവാൻ, തകർക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾക്കോ ആഭിചാര മണ്ഡലങ്ങൾക്കോ മന്ത്രവാദികളുടെ മാന്ത്രിക ശക്തികൾ കൊണ്ടോ ലോകത്തിലെ ഒരു ശക്തിക്കും കാരണമെന്നാണ് തകർക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിൽ, ജീവനുള്ള ദൈവത്തിൽ, സർവശക്തനായ ദൈവത്തിൽ, ഹല്ലേലൂയ, ഉന്നതനായ ദൈവത്തിൽ റൂട്ടഡായിട്ടുള്ള ഒരു ജീവിതം. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ആ വചനത്തിൽ റൂട്ടഡായിട്ട് നാം മാറുമ്പോൾ ദൈവം ആണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. അത് നമ്മൾ അറിയണം. അതിനെക്കുറിച്ച് സിമ്പിൾ ആർട്ടിക്കുലേഷൻ കർത്താവ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. 2 പേര് പാറയിൽ വീട് പണിതു. രണ്ടുപേരും വീടാണ് പണിതത്. പാറമേൽ വീട് പണിതതും, പറഞ്ഞാട്ടെൻ്റെ കൂടെ, മണലിന്മേൽ. പക്ഷേ അതിനകത്ത് ഉദാഹരണം പറയുന്നത് ഇത് മാത്രമാണ്. എന്താണ്? വൻമഴ പെയ്തു, കാറ്റടിച്ചു. വളരെ കൃത്യമായിട്ട്, വളരെ ക്ലിയറായിട്ട് അവിടെ പറയുന്നു. 2 പേരുടെയും വീടിൻ്റെ ഡിസൈൻ ഒന്നാണ്. 2 പേരുടെയും വീടിൻ്റെ പെയിൻറ്റിങ് ഒന്നാണ്. ഔട്ട്വാർഡ് അപ്പിയറൻസ് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ വൻമഴ വന്നു, കൊടുങ്കാറ്റ് ശക്തമായിട്ട് അടിച്ചു. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ അതിനോട് നിങ്ങൾ തുല്യരാകുവിൻ എന്നാണ് യേശു പഠിപ്പിച്ചത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റോളജിക്കൽ ടീച്ചിങ് ആണ്. ഹൈ പവേർഡ് ആയിട്ടുള്ളതായ ടീച്ചിങ് ആണത്. ഹല്ലേലൂയ,
ഹൈപ്പവേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ബാധ ഓർത്തിരിക്കണം. പാറമേൽ വീട് പണിയുക. ആ പാറയെ സമമാക്കിയിരിക്കുന്ന എന്തിനോടാണ്? പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തോടാണ്. മാറ്റമില്ലാത്ത ദൈവവചനത്തോടാണ്. ആ വചനം, ഗ്ലോറി ബി ടു ഗോഡ്, അതിൽ ആധാരമാക്കിക്കൊണ്ട് ഈ ഭവനം പണിയപ്പെടുമ്പോൾ, സ്തോത്രം, പ്രതികൂലങ്ങൾ ഏത് തരത്തിൽ വന്നാലും അത് വന്ന് അടിച്ച് അങ്ങ് പോകും. നീതിമാൻ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. വേറൊരു ഭാഗത്ത് പറയുന്നത്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി, പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, അപ്പത്തിനായിട്ടിരക്കുന്നതും ഞാൻ ഇതുവരെയും, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഇതുവരെ കാണാത്തൊരു കാര്യം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി നിന്ന ഒരു ദൈവ പൈതൽ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നിന്ന ഒരു ദൈവ പൈതല്, അവൻ ആഹാരത്തിനായിട്ടിരക്കുന്നതോ അവൻ ലജ്ജിച്ച് തല താഴ്ത്തുന്നതോ ഈ ഭൂതലത്തിൽ ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല. ഗ്ലോറി ബി ടു ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യരാകുവാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരിശ്രമം നമ്മുടെ ജീവിതം പാറമേൽ അടിസ്ഥാനമിട്ട ജീവിതമായി മാറുവാനുള്ള സമർപ്പണമാണ്. ദൈവവചനത്തിന് അനുരൂപരായി തീരുവാൻ, ഹല്ലേലൂയ, ദൈവവചനത്തിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാൻ, നമ്മുടെ യൂഷ്വൽ പ്രാക്ടീസായിട്ട് അത് മാറുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, സിനാരിയോ മാറും. വളർച്ച വളരെ പതുക്കെയായിരിക്കും. ഹല്ലേലൂയ, പെട്ടെന്ന് അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കത്തില്ല. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്, ഹല്ലേലൂയ. പക്ഷെങ്കിൽ അത് നല്ല ഉറപ്പുള്ളതായിരിക്കും. അത് കുലുങ്ങിപ്പോകത്തില്ല. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ അത് തകർന്നു പോവുകയില്ല. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് രസകരമായ ഒരു കാര്യം, മണൽമേൽ വീട് പണിത ആളുടെ വീടിൻ്റെ ഡെഡിക്കേഷൻ പെട്ടെന്ന് കഴിഞ്ഞു. അയ്യോ, ഇന്ന് നടക്കാൻ പോകുന്ന ഡെഡിക്കേഷനുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല. സ്തോത്രം. ഡെഡിക്കേഷൻ എന്നുള്ള പദം വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ബിബ്ലിക്കലായിട്ടുള്ള തോട്ടിൽ നിൽക്കുകയാണ്. അത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇവിടെ ഇയാൾ ഫൗണ്ടേഷന് പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ താഴോട്ട്. കാരണം പാറ ഈസി ആയിട്ട് പൊട്ടിച്ച് അതിനൊരു ഫൗണ്ടേഷൻ ഇടാനായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. രക്തം വിയർപ്പാക്കി തിമിരുമൊക്കെ വെച്ച് അടിച്ച് പാറ ഇളക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ഇൻവിറ്റേഷൻ്റെ നോട്ടീസ് കൊടുത്തിട്ടിരിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്, ഹല്ലേലൂയ. പെട്ടെന്നെല്ലാം കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഓർക്കണം, അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, വാക്കുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആത്മികമായി ദൈവവചനത്തിൽ റൂട്ടഡായി നാം വളരുമ്പോൾ ഉണ്ടാകാം. പക്ഷെ അതൊന്നും അന്ത്യമല്ല, അതൊന്നും അവസാനമല്ല, അതൊന്നുമല്ല. സ്തോത്രം, സ്തോത്രം. ഭാവിയെ തീരുമാനിക്കുന്നത് ആത്യന്തികമായി ദൈവ പൈതലിനു വേണ്ടി ദൈവം ചിലത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ വാക്കുകളിൽ നിൽക്കുന്ന, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ എന്ന സങ്കീർത്തനം പറയുന്നു. ആജ്ഞയിൽ നിൽക്കുന്ന ദൈവ പൈതലിൻ്റെ വളർച്ച പടിപടിയായിട്ടുള്ളതാണ്. അത് തക്ക സമയത്ത് എന്ത് ചെയ്യും? അത് റിവീലായി വരും. അത് എന്താണെന്നറിയാമോ? എങ്ങനെ നിത്യതയെക്കുറിച്ചുള്ള പിക്ചർ ക്ലിയറായി ദൈവം വരച്ചിരിക്കുന്നു, ഇതുപോലെ നീതിമാന്റെ ഭാവി എന്താണെന്നും വരയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സോ വി ഹാവ് ടു ലുക്ക് അപ്പോൺ ദ സ്ക്രിപ്ചർ, വി ഹാവ് ടു മെഡിറ്റേറ്റ് ദ സ്ക്രിപ്ചർ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇതിനെല്ലാം ആൻസർ ഉണ്ട്. എൻ്റെ കൂടെ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആമേൻ പറയണം. കാരണം എല്ലാം നമുക്ക് ഈ ലോക ജീവിതത്തിലെ സമ്മർദ്ദത്തിൻ്റെ ഇടയിൽ കാണാൻ കഴിയത്തില്ല. നീതിമാന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, വചനത്തിൻ്റെ ചരിത്രങ്ങൾ വായിക്കാൻ കഴിയുമ്പോൾ, അഭിഷക്തരെ ദൈവം നടത്തിയ വിധങ്ങളൊക്കെ ധ്യാനിക്കാൻ കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് നമുക്ക് തെളിവായി വരും. അത് നമുക്ക് ധൈര്യം പകരും, അത് നമുക്ക് ബലം പകരും. ഹല്ലേലൂയ. അങ്ങനെ ഒരു വചന ഭാഗത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിരിക്കുന്നത്.
ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ആത്യന്തിക വിജയം, ആത്യന്തിക വിടുതൽ, ആത്യന്തികമായ മുന്നേറ്റം ദൈവവചനത്തിൽ നിൽക്കുന്ന ദൈവപൈതലിനാണ്. ഹല്ലേലൂയ. ഈ ഇന്നത്തെ സന്ദേശത്തിൻ്റെ കാതലായ ഹല്ലേലൂയ സ്തോത്രം ഒരാലോചനയാണ് ഇവിടെ നാം പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. നീതിമാന് വേണ്ടിയുള്ള കൃത്യമായി കർത്താവ് വരച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാഹചര്യത്തെ നോക്കി ദൈവപൈതൽ എന്ത് ചെയ്യരുത്? ഒന്നിനും വിലയിടരുത്. ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങളുടെ ഫൈനൽ തീരുമാനത്തിൽ എത്തരുത്. കാരണം തീരുമാനിക്കുന്ന ഒരാൾ മേളിലുണ്ട്. ഹല്ലേലൂയ. പല വിധത്തിൽ തകർന്നവരും മുറിവേറ്റവരും വേദനപ്പെടുന്നവരും ഭാരപ്പെടുന്നവരും നമ്മുടെ കൂട്ടായ്മയിൽ ധാരാളമായിട്ടുണ്ട്. അവരെ എപ്പോഴും എൻകറേജ് ചെയ്യുന്ന, ധൈര്യപ്പെടുത്തുന്ന ആലോചനകൾ ദൈവാത്മാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പണിയുന്നതായ ആലോചന ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. അവയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനം ഫോഷ്കിൻ്റെ വചനമല്ല. ദൈവത്തിൻ്റെ വചനം അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ആത്മാവിനെയും സന്ധി മജ്ജകളെ വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. ആ ദിവ്യ വചനം ഹല്ലേലൂയ ക്രിയാത്മകമായി പ്രവർത്തിപ്പാൻ ശക്തിയുള്ളതാണ്. യെശയ്യാവ് പറഞ്ഞു, ഞാൻ അയച്ച എൻ്റെ വചനം ഹല്ലേലൂയ അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. ആ വചനം ഞാൻ അനുഷ്ഠിച്ച കാര്യങ്ങൾ നിവർത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവർ അതാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏത് സാഹചര്യങ്ങളിലേക്കും ഇറങ്ങി പ്രവർത്തിപ്പാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ധൈര്യപ്പെടുക, ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് ഞാൻ പ്രസംഗം കേൾക്കുന്നു, ധാരാളം കേൾക്കുന്നു. ഇതെത്ര കേട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. കേൾക്കുന്ന കാര്യങ്ങളോടുള്ളതായ നമ്മുടെ മനോഭാവം, അവിടെ വെച്ച് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു തേങ്ങല, ഒരു സമർപ്പണത്തിലൂടെയും അനുതാപത്തിൻ്റെയും ഒരു പ്രാർത്ഥന, ഒരേൽപ്പിച്ചു കൊടുക്കലിൻ്റെ പ്രാർത്ഥന എവിടെ ഉയരുന്നോ അവിടെ ചലനങ്ങൾ സംഭവിച്ചിരിക്കും. കാരണം സ്തോത്രം, അവൻ്റെ സൃഷ്ടി, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൃഷ്ടിയായ തൻ്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ കംഫർട്ടും സന്തോഷവും ആരോഗ്യവും അവൻ്റെ ബലവും അവൻ്റെ ഭാവിയും സ്വർഗത്തിലെ ദൈവം ഏറ്റവും അധികമായി കാംക്ഷിക്കുന്നു. ഗ്ലോറിയ ബനാഹനസ്യാല. ഇവിടെ നാം വായിച്ച വചനഭാഗത്തിൽ 127 സംസ്ഥാനങ്ങൾ, 20 സംസ്ഥാനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഭരിക്കുന്നതായ ഒരു വലിയ രാജ്യം, ആ കാലത്തെ സൂപ്പർ പവർ, ചരിത്ര പശ്ചാത്തലം അധികമായി വിശദീകരിക്കുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ ജനത്തിന് ഭയങ്കരമായ കഷ്ടം, ശത്രു അഴിച്ചു വിടുകയാണ്. ദൈവജനത്തിന് എല്ലായ്പ്പോഴും കഷ്ടമുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങളെ റിയലൈസ് ചെയ്ത് ഓരോ സ്റ്റെപ്പിലും പോകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓരോ ചുവടിലും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ട് 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 മുൻപോട്ട് പോകണം. ഇവിടെ യഹൂദന്മാർക്ക് വലിയൊരു പീഡനം, ശക്തമായ വെല്ലുവിളി ഉയർന്നിരിക്കുകയാണ്. മൊർദെഖായി എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമുക്കറിയാം മൊർദെഖായിയുടെ ജീവിതവും പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഭയങ്കരമായിട്ട് മൊർദെഖായിയുടെ ഒരു ക്യാരക്ടർ, ചില കാര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ ഒരു ഭയങ്കരമായ ഒരു സൂപ്പർ പവർ ആയി ലോകത്തിൽ ആ കാലത്ത് നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രം പൂർണ്ണമായും ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും എതിരാകുമ്പോൾ ദൈവാശ്രയ ബോധത്തിലൂടെ എങ്ങനെ അതിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതാകുമ്പോൾ നമ്മൾ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ വിഷയം കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് വലിയ കാര്യമുണ്ടോ? പറഞ്ഞേ, ദൈവത്തിന് വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് ഈസിയായിട്ട് നമ്മുടെ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. മൊർദെഖായിയെ കുറിച്ച് പറയുമ്പോൾ ഒരു 2-3 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കൂടെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹിസ് കറേജ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. വലിയ പ്രതികൂലം വന്ന സമയത്ത്
ദൈവത്തോടുള്ള ഇൻ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഇടപാടുകളിലുള്ള ഇൻ്റഗ്രിറ്റി, അത് നിശ്ചയമായിട്ടും അതവിടെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ദൈവവചനത്തോടും നമ്മൾ ഇൻ്റഗ്രിറ്റി കാണിക്കണം. എന്ന് പറഞ്ഞാൽ അത് പാലിക്കുന്നതുമായിട്ടാണ്, സത്യസന്ധമായി അത് പാലിക്കാനുള്ളതായ ആഗ്രഹം. ഇവിടെ ഈ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രശ്നങ്ങളിൽ ഒളിച്ചോടുന്ന അനുഭവം ദൈവം എപ്പോഴും ഉപയോഗിക്കുന്ന ആരെയാണെന്നറിയാമോ? പ്രശ്നങ്ങൾ കണ്ട് ഒളിച്ചോടുന്നവരെ അല്ല, പിന്നെയോ പ്രശ്നങ്ങളുടെ മുൻപിൽ അതിനെ റിയലൈസ് ചെയ്തുകൊണ്ട് ധൈര്യത്തോടെ ദൈവമുഖം അന്വേഷിക്കുന്നവരെയാണ്. ഹല്ലേലൂയ. സത്യസന്ധമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരെ. ഹല്ലേലൂയ. അവിടെ വലിയ പ്രതിസന്ധികളുണ്ട്. അവൻ്റെ കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യഹൂദന്മാരുടെ വലിയൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിലും അവരൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമോ അവരുടേതായ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഡിഫൻസ് സംവിധാനമോ ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ സ്തോത്രം, മൊർദെഖായി വളരെ കറേജ് ഉള്ളവനായി നിന്നു. ദൈവത്തിനു വേണ്ടി, ദൈവത്തിൽ നിന്ന് നമ്മെ ഇളക്കിക്കളയുന്ന ഹല്ലേലൂയ അവസരങ്ങൾ, ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കി കളയുന്ന വെല്ലുവിളികളൊക്കെ നമുക്കുണ്ടാകാം. പക്ഷെങ്കിൽ ഒരു കാര്യം നാം ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം, അതിൻ്റെ മുൻപിൽ പതറാതെ നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക. നമ്മൾക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിയും, നമുക്കൊരു പ്രശ്നവും വരുത്തില്ല. അതൊരു ഇറസ്പോൺസിബിൾ നേച്ചറാണ്. ഹ്യൂമൻ ബീയിങ് ഈസ് എ സോഷ്യൽ ബീയിങ്, ഒരു സാമൂഹ്യ ജീവി കൂടിയാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എപ്പോഴും എന്തുണ്ട്? സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ളതായ വലിയ ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചില കടപ്പാടുകൾ, ചില കമ്മിറ്റ്മെൻറ്റ്, ചില സോളം കമ്മിറ്റ്മെൻറ്റ് ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ നിൽക്കണം. മൊർദെഖായിയെ സംബന്ധിച്ച് ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മൊർദെഖായിയുടെ ഏറ്റവും പെറ്റായി വളർത്തിക്കൊണ്ടുവന്ന എസ്തേർ ആ രാജധാനിക്കകത്തുണ്ട്, ഇല്ലേ? അപ്പോൾ മൊർദെഖായിയെ സംബന്ധിച്ച് കാര്യം സേഫാണ്. അവിടെ എന്തെല്ലാം വിഷയം ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്ക് പ്രശ്നമില്ല? മൊർദെഖായിക്ക് ഒരു പ്രശ്നവും വരാൻ ഇല്ല. പക്ഷേ മൊർദെഖായിയുടെ പ്രശ്നം മൊർദെഖായിയുടെ കാര്യം മാത്രമല്ല. ഹല്ലേലൂയ. ആ സമൂഹത്തിൻ്റെ പ്രശ്നം തൻ്റെ പ്രശ്നമായി മാറി. യേശു കാൽവരി ക്രൂശിൽ എന്തുകൊണ്ട് കയറി? പീലാത്തോസിൻ്റെ കൊലക്കളത്തിൽ എന്തുകൊണ്ട് വായെ തുറക്കാതെ നിന്നു? നമ്മളെപ്പോഴും തിരുമേശയുടെ മുൻപാകെ വരുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു പദമാണ് ഹല്ലേലൂയ. തന്നെ നോക്കിയില്ല, തൻ്റെ മുൻപിലുള്ളതായ വലിയ മാനവ സമൂഹത്തെ നോക്കി. പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പോകുന്നതായ ആ ജനത്തെ ഓർത്തപ്പോൾ അവൻ വായെ തുറക്കാതെ മൗനം അവലംബിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനത്തിൻ്റെയൊക്കെ ആഴം നാം നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ കാര്യത്തിൽ അതീതമായി മറ്റുള്ളവരുടെ കാര്യം എങ്ങനെ പോകുന്നു, അതിൻ്റെ പോസിറ്റീവ് വേയിൽ നമ്മളതിനെ കാണുകയും ഹല്ലേലൂയ അവരുടെ അഭിവൃദ്ധിക്കായി കാംക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നാം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. അത് മൊർദെഖായിയുടെ രണ്ടാമത്തെ ഗുണമായിരുന്നു. സെൽഫ്ലെസ് ആയിട്ടുള്ള, തൻ്റെ സെൽഫ്ലെസ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹി വാസ് വെൽ അവെയർ അബൌട്ട് ഹിസ് ഗോഡ് ഗിവൻ റെസ്പോൺസിബിലിറ്റി. ദൈവം കൊടുത്തതായ ആ വലിയ ഉത്തരവാദിത്വം, അതിനെക്കുറിച്ചുള്ള വലിയ ബോധ്യം, അതിൽ നിന്നുകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ, സ്റ്റെപ്പുകൾ, അവിടെയൊക്കെ വലിയ വിജയമുണ്ടാകും. പ്രിയമുള്ളവരെ, നാം അറിയാതെ ദൈവം നമ്മെ വളർത്തുന്ന മണ്ഡലങ്ങളാണത്. നാം അറിയാതെ ദൈവം നമ്മെ ലിഫ്റ്റപ്പ് ചെയ്യുന്ന സമയങ്ങളാണത്. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൂടാതെ വലിയ ക്രൈസ്തവ, ഞാൻ ആ വചനഭാഗങ്ങൾ 1 by 1 ആയിട്ട് എടുത്ത് ധ്യാനിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ
ദൈവാശ്രയ ബോധവും ദൈവത്തിലുള്ള വിശ്വാസവും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും യഹോവയിൽ ഉറച്ചു നിൽക്കുന്നവരെന്ത് ചെയ്യും? യഹോവയിൽ ആശ്രയിക്കുന്നവരെന്ത് ചെയ്യും? ഉറക്കെ പറഞ്ഞാട്ടെ. ഒന്നേക്ക് ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അങ്ങനെ ഒരു വാക്യമുണ്ട്. അവർ ഉറച്ചു നിന്ന് എന്ത് ചെയ്യും? ഓഹോ സ്തോത്രം, വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മളെല്ലാം ദൈവം, നമ്മളെല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവരായി, ഉന്നതമായ ദൈവിക സാക്ഷ്യം ഉയർത്തുന്നവരായി, കർത്താവിനെ നമ്മളിലൂടെ കർത്താവ് ഉയരുന്നൊരനുഭവം, കർത്താവിൻ്റെ നാമം മഹിമപ്പെടുന്നൊരനുഭവം, കർത്താവിൻ്റെ നാമം ഹല്ലേലൂയ നമ്മിലൂടെ ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറുഭാഗത്തൂടെ ദൈവികമായ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ദൈവികമായ ബ്ലെസ്സിങ്സ് നമ്മളിലൂടെ ഒഴുകുന്നത്, അത് തീരുമാനിക്കുന്നത് ദൈവമാണ്. അതിനാൽ തന്നെ ദൈവത്തെ പ്ലീസ് ചെയ്യുവാനുള്ള വലിയ ശ്രദ്ധ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തക്ക സമയത്ത് പ്രവർത്തിക്കാൻ വിസ്ഡം, അതുപോലെ ക്ഷമയോടെ കാത്തിരിപ്പാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് രണ്ടും ഏറ്റവും അത്യാവശ്യമാണ്. വിസ്ഡം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവമാണ് വിസ്ഡത്തിൻ്റെ ഉറവിടം. നമ്മൾ ഏത് ക്രൈസിസിൻ്റെ നടുവിൽ നിന്നാലും നമ്മൾ എങ്ങനെ മുൻപോട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്യണമെന്നുള്ളത്, ഹല്ലേലൂയ, സ്റ്റെപ്പ് ഇൻ ചെയ്യണമെന്നുള്ളത് ദൈവം വളരെ കൃത്യമായിട്ട് നമുക്ക് ആലോചന തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ദൈവത്തിൻ്റെ വിസ്ഡം നമുക്ക് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ദൈവത്തോട് ചോദിക്കേണ്ട വിസ്ഡമാണ്. ഹല്ലേലൂയ. ദൈവം എനിക്ക് ജ്ഞാനം തരണമേ, ദൈവം എനിക്ക് ബുദ്ധി നൽകണമേ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പലപ്പോഴും മനുഷ്യർക്ക് പറ്റുന്ന പരാജയം, അവൻ്റെ ആ അല്പബുദ്ധി വെച്ച് അവൻ വലിയ ബുദ്ധിമാനാണെന്ന് അവന് തന്നെ അങ്ങ് തോന്നുവാണ്. അവനേക്കാൾ വലിയ ബുദ്ധിമാൻ ലോകത്തിലില്ലെന്നുള്ള തോന്നൽ വരികയാണ്. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ദൈവവചനം പറയുന്ന അവൻ അല്പബുദ്ധികളെ എന്ത് ചെയ്യുന്നു? ജ്ഞാനം സമ്പൂർണ്ണരാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോട് വിസ്ഡം ചോദിച്ചു. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് ദൈവം അവന് വിസ്ഡം കൊടുത്തു. അവൻ എസ്തേറിനെ സമീപിക്കുന്നതൊക്കെ നമുക്കറിയാൻ കഴിയും. ഹല്ലേലൂയ. എസ്തേറിനേക്കാൾ, എസ്തേർ രാജ്ഞിയാണെങ്കിലും എസ്തേറിനേക്കാൾ വലിയ ദൈവത്തെയാണ് അവൻ സേവിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ മലയാളം രീതി പറഞ്ഞാൽ അതുക്കും മേലെയായിരുന്നു മൊർദെഖായി. മൊർദെഖായി അതിൽ ഡിപ്പെൻഡഡ് അല്ലായിരുന്നു. മൊർദെഖായി അവളോടൊരു ദൂത് പറഞ്ഞു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഹല്ലേലൂയ, അതൊരു പ്രൊഫസിയാണ്. അഭിഷക്തർ പ്രവചിച്ചു കൊണ്ടിരിക്കും. അഭിഷേകത്തിൽ നിൽക്കുന്നവർക്ക് ദൈവം അതാത് സമയത്ത് ആലോചനകൾ നൽകും പിടിച്ചു നിൽക്കാൻ. അവളോട് പറഞ്ഞു, സ്തോത്രം മകളെ, നീ അവിടെ ഇരിക്കുന്നത് പ്രത്യേക ദൈവിക നിയോഗങ്ങളെ നിവർത്തിപ്പാനായിട്ടാണ്. ഹല്ലേലൂയ. നീ മിണ്ടാതെ സൈലൻ്റ് ആയാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ വളരെ വലുതാണ്. പക്ഷേ ഗോഡ് ഈസ് ഗ്രേറ്റ്. അവൻ വേറൊരു വഴി വിടുതലിനായിട്ട് ഒരുക്കും. എങ്ങനായാലും ദൈവം തൻ്റെ ജനത്തിന് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഇന്ന് നാം സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ മുൻപിൽ നമ്മെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. നമ്മുടെ വഴികളെ അടയ്ക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവജനത്തെ മുൻപോട്ട് തന്നെ കർത്താവ് നടത്തും. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രൊഫസിയുടെ മുൻപിലാണ് എസ്തേർ ചലിക്കുന്നത്. അടുത്ത സ്റ്റെപ്പുകൾ അവിടെ ഒന്നും നിയമപരമായി നോക്കിയാൽ ഒരു കാര്യങ്ങളും സാധ്യതയില്ലാത്തതാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെങ്കിൽ എല്ലാം ദൈവം ക്രമീകരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. സമയം മുൻപോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, ദൈവം ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ കീഴെ വേരൂന്നി ഹല്ലേലൂയ മീതെ ഫലം കായ്ച്ചു പടരാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രതികൂലങ്ങൾ ഉയർത്തുന്ന ശത്രുവിൻ്റെ പോരാട്ടക്കളരിയിൽ തകർന്നു പോകാത്ത പാറമേൽ ഉറച്ചു നിൽക്കുന്ന ഭവനമായി നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അഡർബൽ ഘടനാസിയാല ഹല്ലേലൂയ ഉന്മൂലനം ചെയ്യുമെന്ന് വാദിക്കുന്ന ഹല്ലേലൂയ പൈശാചിക ബന്ധനങ്ങളുടെ മേല് ഹല്ലേലൂയ നിന്നെ നിലനിർത്താൻ, നിന്നെ ഉറപ്പിച്ചു നിർത്താൻ, നിന്നെ മാനിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷേ ദൈവവേദൽ ചിന്തിക്കാം, ഹല്ലേലൂയ, എല്ലാം തീരുകയാണ്. ഓർഡർ പുറപ്പെട്ടു കഴിഞ്ഞു. ആൽബ റഷസിയ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക.
ഹല്ലേലൂയ, എല്ലാം അവസാനിച്ചിരിക്കുന്നു. നിയമം എഴുതി കഴിഞ്ഞിരിക്കുന്നു. രാജാവ് അതിൻ്റെ മേൽ മുദ്രണം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു നിമിഷം മതി. ഇന്ന് പകൽ സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകൽ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഓർത്തുകൊള്ളുക. ഹാമാന്റെ ഭാര്യ ഹാമാനോട് പറഞ്ഞു, അവൻ യഹൂദനെങ്കിൽ, ഇന്ന് ആ ടേം ഞാൻ മാറ്റി പറയുന്നു, അവനൊരു ദൈവ പൈതലാണെങ്കിൽ, അർബല ശമനകസ്യ, അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഓ സ്തോത്രം, നിനക്കവനോട് ജയിക്കുവാൻ കഴിയുകയില്ല. ആത്മാവിൽ ദൂത് പറയുന്നു, ഹല്ലേലൂയ, ദുഷ്ട പിശാചേ, ഹല്ലേലൂയ, ഞാൻ ദൈവ പൈതലാണ്. കമറ ശമന ധിരാദൽ ഘടകസ്യ, എന്നെ ഇളക്കുവാൻ, എൻ്റെ അടിത്തറ ഇളക്കുവാൻ, എൻ്റെ ഭാവിയെ നശിപ്പിപ്പാൻ, രോഗത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ, ദൈവിക വാഗ്ദത്തങ്ങളെ അമ്മാനമാടിക്കളയുവാൻ ഒരിക്കലും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന് ആത്മാവിൽ ഹല്ലേലൂയ പ്രവചിച്ച് പറയൂ. അബോറ ലബാറ ബലാഖാന അസ്തര ദീപൽ ഘടകസിഖനാദിയ. ഹല്ലേലൂയ, ദൈവജനം അത് കൽപ്പിച്ചു പറയുക, ദൃഢനിശ്ചയത്തോടെ പറയുക. വീഴാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, വീഴാൻ നിന്നെ അവൻ സമ്മതിക്കത്തില്ല. നീ ലജ്ജിച്ചു പോകാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്റെ പേര് വെറും പഴഞ്ചൊല്ല് പോലെ ആയി തീരാൻ അവൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, നീ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ വചനങ്ങളിൽ നീ നിൽക്കുന്നെങ്കിൽ, എൻ്റെ മുഖത്തേക്ക് നീ നോക്കുന്നെങ്കിൽ, എന്നിൽ അഭയം ചൊല്ലി നീ നിൽക്കുന്നെങ്കിൽ, നീ ലജ്ജിച്ചു പോകത്തില്ല മകനെ. ഓ റബല ശമന, മകളെ, നീ ലജ്ജിച്ചു പോകത്തില്ല. ഓ ഗോഡ് ഈസ് ഗ്രേറ്റ്. ഓ whom you serve, നീ സേവിക്കുന്ന ദൈവം വലിയ ദൈവമാണ്. ഓ റാബൽ കമനഗസ്യല, സിംഹത്തിന്റെ ഗുഹയിൽ അകപ്പെട്ട ദാനിയേൽ രാപ്രഭാതത്തിൽ തിരക്കി വന്ന രാജാവിനോട് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം. ഓ റഖേലിയ നഗസ്യ, ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം നിനക്കും ഇങ്ങനെ പറയാൻ കഴിയും, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം, ഓ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, ഓ ഞാൻ ഹല്ലേലൂയ എപ്പോഴും പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം. കമോ നമോ നഖത്യാല. ഓ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി അവൻ വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഞാൻ ലജ്ജിച്ചു പോകയില്ല, ഞാൻ ലജ്ജിച്ചു പോകയില്ല. എന്നിലൂടെ ഒരു പണി ദൈവം ചെയ്യും. Hallelujah, glory be to God. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്കായി നന്ദി. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ ആരാധിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ദൈവവചനത്തിലൂടെ നീ ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. നിന്നിൽ ആശ്രയിക്കുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നിന്റെ വചനത്തെ പിന്തുടരുന്നവർ, നിന്റെ വചനത്തിനു വേണ്ടി നിൽക്കുന്നവർ, ഒരു നിയമങ്ങൾക്കും അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, അവരുടെ ഭാവിയെ തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയേറിയ കൃപ അവരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ചില വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന തൻ്റെ ജനത്തിന് ഇന്ന് പകൽ വിടുതൽ കൽപ്പിച്ചിരിക്കയാൽ സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആശ്വാസം കൽപ്പിച്ചിരിക്കയാൽ സ്തോത്രം. ചില അത്ഭുതകരമായ ദൈവപ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ അവിടുന്ന് നൽകിയിരിക്കയാൽ, പ്രവർത്തിച്ചിരിക്കയാൽ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, അങ്ങ് വലിയ കർത്താവാകയാൽ സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യം